ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയുന്ന അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാമോളം ചിക്കൻ എല്ലില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ പാനിൽ നിന്നും മാറ്റിയാൽ പിന്നെ നമുക്ക് അതേ പാനിൽ തന്നെ മസാല ഉണ്ടാക്കാം. ഇനി ഞാൻ ഇതേ പാനിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചേർക്കുന്നുണ്ട്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മളുടെ മസാല റെഡിയായി. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് മിക്സി ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ മൈദയോ ഗോതമ്പ് പൊടിയോ എടുക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടാവാൻ വേണ്ടി വെക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ബാറ്റർ ഒഴിക്കാൻ. പിന്നെ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് ഈ മാവിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. മസാല മുഴുവനായിട്ട് നമുക്ക് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ച് വേവിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് ഒന്ന് സെറ്റായിട്ട് വരും. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് ഇതിന് മുകളിലേക്ക് 2 മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തേക്കും മുട്ടയുടെ മിക്സ് ആവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഒരു 12 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് തൊട്ട് നോക്കുന്ന സമയത്ത് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പാനിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇഫ്താർ ടൈമിൽ കഴിക്കാനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും നല്ല ടേസ്റ്റിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് മാവ് കുഴച്ച് പരത്തേണ്ട ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു മസാല ഉണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് റെസിപ്പിയാണ്. ഇതുപോലെ ഒരു പീസ് മതിയാവും ഒരാൾക്ക്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്.
അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.